ചൂടൊക്കെ സഹിക്കാം. ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് ഇത് ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ ഏറ്റവും വലിയ കരുത്തായി മാറും എന്ന കാര്യത്തിൽ പ്രതീക്ഷ വേണ്ട. എല്ലാ വോട്ടർമാരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു, ഈ നാടിൻ്റെ ഐക്യവും സാഹോദര്യവും നിലനിർത്താൻ നടക്കുന്ന ഒരു വോട്ടെടുപ്പ് എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നാട്ടിലെ 2 ഭരണകൂടങ്ങളും ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചിരിക്കുകയാണ്. ആ ഭരണകൂടങ്ങളോടുള്ള പ്രതിഷേധം അറിയിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. 3, പാലക്കാട് നിന്ന് വടകരയിൽ മത്സരിക്കാൻ പോയ എന്നെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ ജനങ്ങൾ സമാധാനമായ ജീവിതവും സ്വസ്ഥമായ രാഷ്ട്രീയ പ്രവർത്തനവും ആഗ്രഹിക്കുന്നവരാണ്. ബോംബ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിന് ഓക്കെ, എനിക്ക് തോന്നുന്നത് ഷാബി പറമ്പിലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇനി നമ്മൾ മലപ്പുറത്തേക്ക് ഒന്ന് പോയാലോ വിജയകുമാർ? പറവൂർ റോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത് വീടിനടുത്തുള്ള ബൂത്തിലായിരിക്കും. എത്ര ബൂത്ത് നമ്പർ? 7 മിനിറ്റേ ഉള്ളൂ നമ്മളുടെ വോട്ട്. 7 മിനിറ്റ്സ്. അതോടെ നമ്മുടെ ജനാധിപത്യ ഉത്സവത്തിന് തിരിച്ചയില്ല ഉയരും അല്ലേ? ആധികാരികമായിട്ട് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാൻ ഡോക്ടർ തോമസ് ഐസക് വോട്ട് ചെയ്തിട്ട് ഷട്ടേന്ന് പോണം പത്തനംതിട്ടയ്ക്ക്. അവിടെ നടക്കല്ലേ, നെഞ്ചിടിപ്പ് കൂട്ടുന്ന മത്സരമല്ലേ വിജയകുമാർ? അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പത്തനംതിട്ട? തകർക്കും. തോമസ് ഐസക്കിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നേരിടുന്ന ഏറ്റവും കടുത്ത പോരാട്ടം. നന്നായി, അങ്ങനെ വേണമല്ലോ. ഇനിയിപ്പോ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം വരികയാണ്. ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, എനിക്ക് തോന്നുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളും വളരെ നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നു. എല്ലാവർക്കും ഈ ചൂടിനെ നല്ല പേടിയുണ്ടെന്നു. ഇവർക്കൊക്കെ രാവിലെ വോട്ട് ചെയ്തിട്ട് രാഷ്ട്രീയ രംഗത്തെ ചൂടന്മാർ പോലും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഷഹദ് റഹ്മാൻ പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN, ഹാഷ്മി, വിജയകുമാർ. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പാണക്കാട്ടെ CKMM സ്കൂളിലേക്ക്, ALP സ്കൂളിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ വോട്ട് തങ്ങളായിരിക്കും രേഖപ്പെടുത്തുക. അത് പതിവായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. CKMM ALP സ്കൂളിൽ ആദ്യത്തെ വോട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് രേഖപ്പെടുത്താറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സമയം 6:53 ആകുന്നു. ആ ഘട്ടത്തിൽ 7 മണിയോട് അടുക്കുന്ന ഘട്ടത്തിൽ, അതായത് ആദ്യ വോട്ട് രേഖപ്പെടുത്താനായിട്ട് തങ്ങൾ ഇവിടുത്തെ ഈ ബൂത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കൂടെ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് തങ്ങൾമാരും, അതായത് പാണക്കാട്ടെ മറ്റ് തങ്ങൾമാരും ഈ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിൽ ഏകദേശം 14,79,921 വോട്ടേഴ്സാണുള്ളത്. പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 1207 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ജില്ലയിൽ പ്രശ്നബാധിത ബൂത്ത്. താങ്ക് യു ഷഹദ് റഹ്മാൻ.